പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായി. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ഇന്ന് സമാധാനപരമായി നടന്നു. ശക്തമായ മത്സരത്തിനൊടുവിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മുഹൂർത്തമായി മാറി. പുറത്തൂർ പഞ്ചായത്തിൽ UDF അധികാരം ഏറ്റെടുത്തു. ജസ്ന ബാനു പ്രസിഡന്റും TP പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമായി ചുമതലയേറ്റു. ഇന്ന് രാവിലെ 10:30 പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ ആരംഭിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ UDF പക്ഷത്ത് നിന്ന് 7ാം വാർഡിൽ നിന്നും വിജയിച്ച അംഗം ജസ്ന ബാനു 9-നെതിരെ 11 വോട്ടുകൾ നേടി പ്രസിഡന്റായി വിജയിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF പക്ഷത്തെ TP പ്രഭാകരൻ LDFന്റെ 9 വോട്ടുകൾക്കെതിരെ 11 വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFലെ ജസ്ന ബാനുവിനെ 2ാം വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർ പേര് നിർദ്ദേശിക്കുകയും 3ാം വാർഡ് മെമ്പറായ ഹുസൈൻ പൂതേരി പിന്തുണക്കുകയും ചെയ്തു. LDF പക്ഷത്തു നിന്ന് 8ാം വാർഡ് മെമ്പറായ അനിത മണ്ഡകത്തിങ്ങൽ ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 15ാം വാർഡ് മെമ്പർ ശാന്ത കെ നിർദ്ദേശിക്കുകയും വാർഡ് 19 മെമ്പർ നിഷ കറുകയിൽ പിന്തുണക്കുകയും ചെയ്തു. തുടർന്ന് വരണാധികാരി പ്രസിഡന്റായി വിജയിച്ച ജസ്ന ബാനുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ചുമതല ഔദ്യോഗികമായി ഏൽപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം തുടർന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി 11ാം വാർഡിൽ നിന്നും വിജയിച്ച TP പ്രഭാകരനും LDF സ്ഥാനാർത്ഥിയായി 1ാം വാർഡിൽ നിന്നും വിജയിച്ച മജീദും മത്സരിച്ചു. വോട്ടെടുപ്പിൽ TP പ്രഭാകരൻ 11 വോട്ടുകൾ നേടി വിജയിച്ചു. മജീദിന് 9 വോട്ടുകൾ നേടാനേ കഴിഞ്ഞു. തുടർന്ന് വരണാധികാരി TP പ്രഭാകരന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ചുമതലയും ഏൽപ്പിച്ചു. 3 മണിയോടെ പ്രസിഡന്റ് ജസ്ന ബാനുവിനെയും വൈസ് പ്രസിഡന്റ് TP പ്രഭാകരനെയും മുൻനിർത്തി UDF പ്രവർത്തകർ കാവിലക്കാട് പ്രകടനം നടത്തുകയും ചെയ്തു.